സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നിന്ന് വന്ദേമാതരം ഒഴിവാക്കിയ നടപടിയിൽ കേരളത്തിനെതിരെ ബിജെപി ദേശീയ അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. മതമൌലികവാദികൾക്ക് മുന്നിൽ കോൺഗ്രസ് കീഴടങ്ങിയെന്ന നിതിൻ നബിന്റെ വിമർശനം. കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിച്ചുവെന്നും ബിജെപി അധ്യക്ഷൻ പറഞ്ഞു. വൈഎസ് അഭിനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. വൈഎസ് അഭിനന്ദ, കേരളത്തിന്റെ വന്ദേമാതര ആലാപനവുമായി ബന്ധപ്പെട്ട നിലപാടുകളെക്കുറിച്ച് വിമർശനം ഉന്നയിച്ച ദേശീയ അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. മാധു, വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കില്ല എന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വ നിലപാട് AICC ആസ്ഥാനത്തടക്കം തെറ്റിച്ചപ്പോൾ കോൺഗ്രസിന്റെ പ്രഖ്യാപന നിലപാട് സ്വീകരിച്ച ഏക സംസ്ഥാനം എന്നത് കേരളമാണ്. അതിലാണ് ഇപ്പോൾ വിമർശനവുമായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് മൗലികവാദികൾക്ക് മുന്നിൽ കീഴടങ്ങുകയാണ്. ഈ കോൺഗ്രസിന്റെ സ്ഥിരം നയമായി ഇത് മാറിയിരിക്കുന്നു എന്നാണ് നിതിൻ നബിന്റെ വിമർശനം. പ്രീണന രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര സേനാനികളെ അടക്കം അപമാനിക്കുകയാണ്. ഇത് വെറും ഒരു ഗാന നിർത്തലാക്കലല്ല, കോൺഗ്രസിന്റെ ധാർഷ്ട്യമാണ് ഇതിന് ഇതിൽ വ്യക്തമാകുന്നതെന്നും നിതിൻ നബിൻ പറയുന്നു. ഇന്ത്യ അഭിമാനിക്കുന്ന എല്ലാത്തിനോടും കോൺഗ്രസിന് വിരോധമെന്നും കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ്. മാധു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ പ്രധാനപ്പെട്ട മുഖമായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പോലും വെറും 4 മിനിറ്റ് മാത്രമാണ് പങ്കെടുത്തത്. അതിൽ പോലും വലിയ വിമർശനം നേരിടുന്നതിനാണ് തിരിച്ച് ഒരായുധമായി ഇത് ദേശീയ നേതൃത്വത്തിലടക്കം കോൺഗ്രസ് BJP സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിനെ പേര് ചൊല്ലിയാണ് ഇപ്പോൾ BJP ദേശീയ നേതൃത്വം വിമർശിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. VD സതീശൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം അത് ഉന്നയിക്കുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനാണ് കേരളത്തിന്റെ വന്ദേമാതര ആലാപനവുമായി ബന്ധപ്പെട്ട നിലപാടുകളിൽ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.